Hi students, today we are going to learn NCERT Class 9 English Supplementary Reader Unit 7 The Last Leaf written by O. Henry. അപ്പോൾ O. Henry എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വില്യം സിഡ്നി പോട്ടർ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം വില്യം സിഡ്നി പോട്ടർ എന്നായിരുന്നു. അപ്പൊ ഈ ലാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ലെസൺ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലെസൺ ആണ് കേട്ടോ. പണ്ട് മുതലേ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കാനുണ്ടായിരുന്ന ഒരു ലെസൺ ആണ് ലാസ്റ്റ് ലൈഫ്. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണിത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഓട്ടം. The wind is blowing hard and it is raining heavily. അപ്പൊ ഇതൊരു ഓട്ടം സീസൺ ആയിരുന്നു. ഓട്ടം സീസൺ നമുക്കറിയാം, ലീവ്സ് ഒക്കെ ഷെഡ് ചെയ്യുന്ന ഒരു സീസൺ ആണ് ഓട്ടം സീസൺ. അപ്പൊ ഈ സീസണിൽ വിൻഡ് ഭയങ്കരമായിട്ട് ബ്ലോ ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ ആ ലീവ്സ് എല്ലാം ഫോൾ ചെയ്യുന്ന ഒരു ടൈം. All the leaves on an ivy creeper have fallen. So ivy creeper എന്ന് പറയുന്നത് ഒരു ചെടി, ഇങ്ങനെ ഈ ചുമരിക്കടെയൊക്കെ വലിഞ്ഞു കയറി വളരണ ചെടിയാണ്. ലൈക്ക് ഗ്രേപ്സ് ഒക്കെ കയറി പോകത്തില്ല, അതുപോലെ ക്രീപ്പർ നമുക്കറിയാലോ. അപ്പോൾ ഈ വോളിക്കടെയൊക്കെ കേറുന്ന ഒരു ചെടിയാണ് ഐവി ക്രീപ്പർ. ഹാവ് ഫോളൻ എക്സെപ്റ്റ് വൺ. അപ്പൊ ഈ ഐവി ക്രീപ്പറിന്റെ എല്ലാ ലീവ്സും കൊഴിഞ്ഞുപോയി, പക്ഷെ ഒരെണ്ണം മാത്രം അവശേഷിക്കുന്നുണ്ട്. വൈ ഡസൻ ദ ലാസ്റ്റ് ലീഫ് ഫോൾ? ആ ലാസ്റ്റ് ലീഫ് പൊഴിഞ്ഞു പോകുന്നില്ല, ഫോൾ ചെയ്തില്ല. കാരണം എന്താണ്? അതാണ് ഈ ലെസൺ. സ്യൂ ആൻഡ് ജോൺസി, ടു യങ് ആർട്ടിസ്റ്റ്, ഷെയർഡ് എ സ്മോൾ ഫ്ലാറ്റ്. അപ്പൊ ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് സ്യൂവും ജോൺസിയാണ്. അവർ രണ്ടുപേരും യങ് ആർട്ടിസ്റ്റുകളാണ്. പെയിന്റിംഗ് വർക്കൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. അവരൊരു ചെറിയ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. ദ ഫ്ലാറ്റ് വാസ് ഓൺ ദ തേർഡ് സ്റ്റോറി ഓഫ് ആൻ ഓൾഡ് ഹൗസ്. അപ്പൊ ഈ ഫ്ലാറ്റ് എവിടെയായിരുന്നു? ഒരു പഴയ വീടിന്റെ 3ാമത്തെ നിലയിലാണ് ഈ ഫ്ലാറ്റ്. അവിടെയാണ് അവർ താമസിച്ചിരുന്നത്. ജോൺസി ഫെൽ വെരി സീരിയസ്ലി ഇൽ ഇൻ നവംബർ. എന്ത് പറ്റി? ഇതിൻ്റെ ജോൺസിക്ക് സീരിയസ് ആയിട്ട് പനി വന്നു. നല്ല പനിയായിരുന്നു. ഷി ഹാഡ് ന്യൂമോണിയ. അപ്പൊ അത് ന്യൂമോണിയ ആയി മാറിയത്. She would lie in her bed without moving, just gazing out of the window. അപ്പൊ അവൾക്ക് ബെഡിൽ നിന്ന് മൂവ് ചെയ്യാതെ അവൾ ഇങ്ങനെ കിടക്കുകയാണ് ബെഡിൽ തന്നെ. അവള് പുറത്തോട്ട് ഇങ്ങനെ നോക്കി, വിൻഡോയുടെ പുറത്തോട്ട് നോക്കി, വേറൊന്നും ചെയ്യാനില്ലല്ലോ. വിൻഡോയുടെ പുറത്ത് നോക്കി ഇങ്ങനെ ഗേസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്കിംഗ് അറ്റ് എ പ്ലേസ് steadily for a long time. അങ്ങനെ നോക്കിയിരിക്കുവാണ്. സ്യൂ, ഹർ ഫ്രണ്ട് ബിക്കേം വെരി വറീഡ്. അപ്പൊ ഇത് കണ്ടപ്പോ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സ്യൂ. രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ സ്യൂന് ഭയങ്കര വിഷമം, ഇവൾ എന്താ ഇങ്ങനെ നോക്കി കിടക്കണേ. ഷീ സെൻഡ് ഫോർ ദ ഡോക്ടർ. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഡോക്ടറിനെ വിളിക്കാൻ വേണ്ടി വിട്ടു ആളെ. Although he came every day, there was no change in Johnson's condition. അപ്പൊ എന്ന് ഡോക്ടർ വന്ന് ജോൺസിനെ ചെക്ക് ഒക്കെ ചെയ്യും, പക്ഷെ ജോൺസിക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നോ ചേഞ്ച് ഇൻ ജോൺസിസ് കണ്ടീഷൻ. വൺ ഡേ ദ ഡോക്ടർ took Sue aside and asked her, is anything worrying Johnsy? അപ്പൊ ഡോക്ടർ ഒരു ദിവസം വിളിച്ചു, സ്യൂനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഈസ് എനിത്തിങ് worrying ജോൺസി? ജോൺസിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ച് അവൾ വറി ചെയ്യുന്നുണ്ടോ? നോ, റിപ്ലൈഡ് സ്യൂ. ബട്ട് വൈ ഡു യു ആസ്ക്? എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത്? The doctor said, Johnsy, it seems, has made up her mind that she is not going to get well. അപ്പൊ ഡോക്ടറിന് തോന്നി ഈ ജോൺസിക്ക് മനസ്സിലൊരു ചിന്തയുണ്ട്, ഞാൻ എന്തായാലും ശരിയാവാൻ പോകുന്നില്ല, അതല്ലെങ്കിൽ എൻ്റെ അസുഖം മാറി ഞാൻ ഓക്കെ ആവാൻ പോകുന്നില്ല എന്ന് മനസ്സിലൊരു ചിന്തയുണ്ട് എന്ന് ഡോക്ടർ പറയാണ്. ഇഫ് ഷി ഡസന്റ് വോണ്ട് ടു ലീവ്, മെഡിസിൻസ് വിൽ നോട്ട് ഹെൽപ്പ് ഹർ. അപ്പൊ അവള് കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ അസുഖം വന്ന ആള് ഡോക്ടറോട് കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ മെഡിസിൻസ് ഒന്നും അത്ര ഇഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പൊ അവൾക്ക് ജീവിക്കണം എന്നില്ല. അതുകൊണ്ടാണ് ഈ മെഡിസിൻസ് ഒന്നും അവൾക്ക് ഏക്കാത്തതെന്ന് ഡോക്ടർ പറയാണ് സ്യൂവിനോട്. Sue tried her best to make Johnsy take an interest in things around her. അപ്പൊ അത് കേട്ടപ്പോ സ്യൂ എന്ത് ചെയ്തു? ഒത്തിരി ട്രൈ ചെയ്തു. എന്തിനാ? ജോൺസിനെ ഇച്ചിരി കൂടി മിടുക്കിയാക്കാൻ.
കുറെ കാര്യങ്ങളിൽ അത് കാണും ഇത് കാണുന്നൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതിന് ചുറ്റും ഉള്ള കാര്യങ്ങൾ. ഷീ ടോക്ഡ് അബൌട്ട് ക്ലോത്ത്സ് ആൻഡ് ഫാഷൻസ്. ക്ലോത്ത്സിനെ കുറിച്ച് പറഞ്ഞു, ഫാഷൻസിനെ കുറിച്ച് പറഞ്ഞു, കുറെ കാര്യങ്ങളെ കുറിച്ച്, ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്യൂ പറയാണ്. ബട്ട് ജോൺസി ഡിഡ് നോട്ട് റെസ്പോണ്ട്. പക്ഷെ ജോൺസി റെസ്പോണ്ട് ചെയ്തേയില്ല. ഒന്നിനെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം പോലും ജോൺസി പറഞ്ഞില്ല. ജോൺസി കണ്ടിന്യൂ ടു ലൈ സ്റ്റിൽ ഓൺ ഹർ ബെഡ്. ആ ജോൺസി ആ ബെഡിൽ തന്നെ ഇങ്ങനെ അനങ്ങാതെ പുറത്തോട്ടും വിൻഡോയുടെ പുറത്തോട്ടും നോക്കി ഇങ്ങനെ കിടക്കുകയേ ചെയ്തുള്ളൂ. സ്യൂ ബ്രോഡ് ഹർ ഡ്രോയിങ് ബോർഡ് ഇൻ ടു ജോൺസീസ് റൂം ആൻഡ് സ്റ്റാർട്ടഡ് പെയിന്റിങ്. അപ്പൊ സ്യൂ എന്ത് ചെയ്തു? ഹോബി എന്ന് പറഞ്ഞാൽ, അല്ലെ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ പെയിന്റിങ് ആണല്ലോ. അപ്പൊ ഡ്രോയിങ് ബോർഡ് ഒക്കെ കൊണ്ടുവന്ന് ജോൺസിയുടെ റൂമിൽ കൊണ്ടുവന്ന് സ്യൂ പെയിന്റ് ചെയ്ത് തുടങ്ങി. ടു ടേക്ക് ജോൺസിസ് മൈൻഡ് ഓഫ് ഹർ ഇൽനെസ് ഷി വിസിൽഡ് വൈൽ വർക്കിംഗ്. അപ്പൊ ജോൺസിയുടെ മൈൻഡ് ഇങ്ങനെ ഒരു ലോൺലിനെസ് തോന്നാതിരിക്കാൻ ഈ സ്യൂ ഇടയ്ക്ക് വിസിലൊക്കെ ചെയ്തിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നത്. സഡൻലി സ്യൂ ഹേർഡ് ജോൺസി വിസ്പർ സംതിങ്. അപ്പോഴാണ് സ്യൂ കേട്ടത് ഈ ജോൺസി എന്തോ ഇങ്ങനെ പുറുപുറുക്കുന്നുണ്ട് ഉറക്കത്തില്. ഷീ ക്വിക്ലി റഷ് ടു ദ ബെഡ് ആൻഡ് ഹേർഡ് ജോൺസി കൗണ്ടിങ് ബാക്ക്വേർഡ്സ്. ഉറക്കത്തിലല്ല, ഒരു മയക്കത്തിലാണ് കേട്ടോ. അപ്പൊ ജോൺസി കൗണ്ട് ചെയ്യാണ് ബാക്ക്വേർഡ്സ്. എന്താണ്? ഷി വാസ് ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് വാസ് സേയിങ്. അല്ല, അവൾ എന്താണ്? അവള് പുറത്തോട്ട് നോക്കിയിട്ടാണ് പറയണത്. എന്ത്? 12. After some time she whispered 11, 10, then 9, 8, 7. അപ്പൊ അവള് വിൻഡോയുടെ പുറത്തോട്ട് നോക്കി അവള് പറയാണ്, അവള് പുറകോട്ട് എണ്ണുകയാണ്. എന്ത്? 12, 11, 10, 9, 8 എന്ന്. സ്യൂ anxiously looked out of the window. സ്യൂ അപ്പൊ ഇവൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പുറത്തോട്ട് നോക്കി. She saw an old ivy creeper climbing halfway up the brick wall opposite their window. അപ്പൊ എന്താണ്? അപ്പോഴാണ് ആര് നമ്മുടെ സ്യൂ കണ്ടത് ഒരു ഐവി ക്രീപ്പർ ഒരു ബ്രിക്ക് വാളിലേക്കടെ ഇങ്ങനെ കേറി ഏകദേശം പകുതിയോളം എത്തിയിട്ടുണ്ട്. എവിടെ? അവര് നോക്കണ വിൻഡോയുടെ ഓപ്പോസിറ്റ്. She saw an ivy creeper climbing halfway up the brick wall opposite their window. In the strong wind outside, the creeper was shedding its leaves. അപ്പൊ ഈ ക്രീപ്പർ ലീവ്സ്, ഓൾഡ് ലീവ്സ് ഒക്കെ, താഴെയൊക്കെ ഉള്ള ലീവ്സ് ഒക്കെ ഓരോന്നായിട്ട് താഴേട്ട് ചാടുന്നുണ്ട്. കാരണം എന്താ? നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിൻഡാണ് ഔട്ട്സൈഡില്. അപ്പൊ അവള് കൗണ്ട് ചെയ്യാണ്, ഈ ലീഫ് താഴേട്ട് ചാടുന്നത് കൗണ്ട് ചെയ്യാണ്. 12, 11, 10 എന്നും പറഞ്ഞു. What is it, dear? Sue asked. 6, whispered Johnsy. They are falling faster now. ഇപ്പൊ അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാണ്. 3 days ago there were almost 100 leaves. 3 ദിവസം മുമ്പ് ഏകദേശം 100 ഇലകളോളം ഉണ്ടായിരുന്നു. There are only 5 left now. ഇപ്പോ only 5 ബാക്കിയുള്ളൂ. It is autumn, said Sue, and the leaves will fall. ഇത് autumn season അല്ലേ? ലീവ്സ് വിൽ ഫോൾ, ലീവ്സ് ഫോൾ ചെയ്യും ഓട്ടം സീസണിൽ. അത് നാച്ചുറൽ ആണ്. അതിനെന്തത്ര പറയാനുള്ളത്? When the last leaf falls, I will die. അപ്പൊ ജോൺസി പറയാണ്, ഈ ഐവി ക്രീപ്പറിന്റെ ലാസ്റ്റ് ലീഫ് താഴെ ചാടുമ്പം ഞാൻ മരിച്ചു പോകുന്നു. Said Johnsy with finality. അവൾ ഉറപ്പിച്ചാണ് പറയണേ, ഉറപ്പാണ്, ഞാൻ മരിക്കും. I have known this for the last 3 days. എനിക്കിത് അറിയാം, എന്റെ മനസ്സിന് ഇത് ഉറപ്പാണ്. ഈ 3 ദിവസമായിട്ട് ഞാൻ ഇത് തന്നെ ചിന്തിക്കണേ, ഈ ലാസ്റ്റ് ലീഫ് ഫോൾ ചെയ്യുമ്പം ഞാൻ മരിക്കും. Oh, that's nonsense. എന്ത് വിട്ടിത്താണിത്? Replied Sue. What have old ivy leaves to do with your getting well? Old ivy leaves താഴെ വീണതും നീ ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതും തമ്മിൽ എന്ത് സാമ്യമുള്ളത്? The doctor is confident that you will get better. ഡോക്ടർ ഭയങ്കര കോൺഫിഡന്റ് ആണ്, നീ ബെറ്റർ ആവുന്നുള്ള കാര്യത്തിൽ ഡോക്ടർ ഭയങ്കര കോൺഫിഡന്റ് ആണ്. നീ എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നേ? ജോൺസി did not say anything. ജോൺസി ഒന്നും മിണ്ടിയില്ല അതിന് ആൻസർ. She went and brought her a bowl of soup. സൂപ്പ് അകത്ത് പോയി ഒരു ബൗളിൽ കുറച്ച് സൂപ്പ് കൊണ്ടുവന്നു. I don't want any soup, said Johnsy. I'm not hungry. Now there are only 4 leaves left. അപ്പൊ ഒരെണ്ണം കൂടി കൊഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പൊ 4 ലീവേ അതിൻ്റെ അകത്തുള്ളൂ. I want to see the last one fall before it gets dark. രാത്രി ആവുന്നതിന് മുമ്പ് എനിക്ക് കാണണം, ആ ലാസ്റ്റ് ലീഫ് ഫോൾ ചെയ്യുന്നത് എനിക്ക് കാണണം. അത് കണ്ടുകൊണ്ട് വേണം എന്ത്? Then I will sleep forever. ഞാൻ എന്നേക്കുമായിട്ട് ഉറങ്ങും, അതായത് എന്നേക്കുമായിട്ട് ഞാൻ മരിക്കുമെന്ന്. Sue sat on Johnson's bed. Sue
ജോൺസിയുടെ ബെഡിലിരുന്നു. കിസ്ഡ് ഹർ ആൻഡ് സെഡ്, യു ആർ നോട്ട് ഗോയിങ് ടു ഡൈ. നീ മരിക്കാൻ പോകുന്നില്ല. ഐ കാൻ ഡ്രോ ദ കർട്ടൻ ഫോർ ഐ നീഡ് ദ ലൈറ്റ്. ഞാൻ ഈ കർട്ടൻ അടച്ചിട്ടേനെ, പക്ഷെ എനിക്ക് അതും പറ്റുന്നില്ല. ബിക്കോസ് ഐ നീഡ് ദ ലൈറ്റ്. എനിക്ക് ഇച്ചിരി ലൈറ്റ് വേണം. എന്തിനാ എനിക്ക് ലൈറ്റ് വേണ്ടത്? ഐ വോണ്ട് ടു ഫിനിഷ് ദ പെയിന്റിങ് ആൻഡ് ഗെറ്റ് സം മണി ഫോർ അസ്. അപ്പൊ ഈ പെയിന്റിങ് എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് വിൽക്കണം, എന്നാലേ എനിക്ക് കുറച്ച് മണി കിട്ടൂ. അത് തന്നെ എനിക്ക് ഈ കർട്ടൻ അടച്ചിടാനും പറ്റുന്നില്ല. പ്ലീസ് മൈ ഡിയർ ഫ്രണ്ട്, ഷി ബെഗ് ജോൺസി. അവള് പ്ലീസ് എന്ന് പറയാണ്. പ്രോമിസ് നോട്ട് ടു ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ വൈൽ ഐ പെയിന്റ്. അപ്പൊ അവള് ബെഗ് ചെയ്യാണ്, ഡോണ്ട് ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. നീ പുറത്തോട്ട് നോക്കല്ലേ, ഞാൻ പെയിന്റ് ചെയ്യുന്ന സമയത്ത് നീ പുറത്തോട്ട് നോക്കി ലാസ്റ്റ് ലീഫ് ഫോൾ ചെയ്യണ നോക്കി ഇരിക്കല്ലേ എന്ന് ആര് പറയാണ്? സ്യൂ പറയാണ്. All right, said Johnsy. Finish your painting soon, for I want to see the last leaf fall. അപ്പൊ നീ ഫിനിഷ് ചെയ്യ, നിന്റെ പെയിന്റിങ് ഫിനിഷ് ചെയ്യുക, കാരണം എനിക്ക് ലാസ്റ്റ് ലീഫ് ഫോൾ ചെയ്യുന്നത് കാണണം. ഐ എം ടയേർഡ് ഓഫ് വെയിറ്റിംഗ്. ഞാൻ ടയേർഡ് ആണ്, ഞാൻ വെയിറ്റ് ചെയ്ത് മടുത്തു. ഐ ഹാവ് ടു ഡൈ, സോ ലെറ്റ് മീ ഗോ അവേ പീസ്ഫുള്ളി ലൈക്ക് വൺ ഓഫ് ദോസ് പുവർ ടയേർഡ് ലീവ്സ്. എനിക്ക് മരിക്കണം, അതുകൊണ്ട് എന്നെ ഒന്ന് പീസ്ഫുൾ ആയിട്ട് പോകാൻ അനുവദിക്കുക. ആ ടയേർഡ് ലീവ്സ് പോണ കണ്ട് എന്ത് ശാന്തമായിട്ട് അവർ മരിച്ചു പോകുന്നത്, അതുപോലെ എനിക്കും പീസ്ഫുൾ ആയിട്ട് മരിക്കണം. ട്രൈ ടു സ്ലീപ് സെഡ് സ്യൂ. നീ ഉറങ്ങാൻ നോക്ക്. ഐ ഹാവ് ടു പെയിന്റ് ആൻ ഓൾഡ് മൈനർ. എനിക്കൊരു പെയിന്റിങ് ചെയ്യാറുണ്ട്. ഞാനൊരു ഓൾഡ് മൈനറിനെയാണ് പെയിന്റ് ചെയ്യാൻ പോണത്. മൈനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഖനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളില്ലേ, അയാളാണ്. ഐ വിൽ കോൾ ബർമൻ അപ് ടു മീ മൈ മോഡൽ. അപ്പൊ താഴെ ഒരു ബർമ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിക്കുന്നുണ്ട്. അയാളാണ് എന്റെ മോഡലായിട്ട് ഈ മൈനറായിട്ട് ഇവിടെ വന്നിരിക്കാൻ പോകുന്നത്. ഷീ റഷ് ഡൗൺ. ബർമൻ ലീവ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അപ്പൊ ഈ മോഡലായിട്ട് വരാന്ന് പറഞ്ഞ ബർമൻ, അദ്ദേഹം ജീവിക്കുന്നത് ആ ഫ്ലാറ്റിന്റെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഹി വാസ് എ 60-year-old പെയിന്റർ. അയാൾ ഒരു 60 വയസ്സായ പഴയ പെയിന്റർ ആണ് അങ്ങേര്. ഹിസ് ലൈഫ് ലോങ് ഡ്രീം വാസ് ടു പെയിന്റ് എ മാസ്റ്റർ പീസ്. അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞ ലൈഫിൽ മൊത്തമുള്ള ഒരു ഡ്രീം എന്താന്ന് വെച്ചാൽ ഒരു മാസ്റ്റർ പീസ് പെയിന്റിങ് ചെയ്യുക എന്നതാണ്. മാസ്റ്റർ പീസ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഡ്രോയിങ് അല്ലെങ്കിൽ പെയിന്റിങ്. ബട്ട് ദാറ്റ് ഹാഡ് റിമെയിൻഡ് എ ഡ്രീം. അത് ഇപ്പോഴും ഡ്രീം ആയിട്ട് അവശേഷിക്കുകയാണ്. സ്യൂ പോർഡ് ഔട്ട് ഹെർ വറീസ് ടു ബർമൻ. അപ്പൊ സ്യൂ ഇങ്ങനെ ബർമാനോട് അവളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ജോൺസി, ഇതാണ് പണി, ഒരു രക്ഷയില്ല, മരിക്കുന്നു പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ ആര്, നമ്മുടെ സ്യൂ പറയാണ് ബർമാനോട്. ഷീ ടോൾഡ് ഹിം ഹൗ ജോൺസി വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഷി വുഡ് ഡൈ വെൻ ദ ലാസ്റ്റ് ലീഫ് ഫോൾ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു ജോൺസി. ഷീ ടോൾഡ് ഹിം ഹൗ ജോൺസി വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഷി വുഡ് ഡൈ വെൻ ദ ലാസ്റ്റ് ലീഫ് ഫോൾ. അപ്പൊ ജോൺസി അവള് കൺവിൻസ് ചെയ്തേക്കാണ് ലാസ്റ്റ് ലീഫ് ഫോൾ ചെയ്യുമ്പോ അവള് മരിക്കുന്നു. ഈസ് ഷീ സ്റ്റുപ്പിഡ്? അവളൊരു വിഡ്ഢിയാണോ? ആസ്ക്ഡ് ബർമൻ. How can she be so foolish? അവൾക്ക് എങ്ങനെ ഇത്ര foolish ആവാൻ പറ്റുക? She is running a high temperature, complained Sue. Sue പറയാണ് അവൾക്ക് നല്ല ഹൈ ടെമ്പറേച്ചർ ആണ് ഇപ്പോ, നല്ല ചൂടുണ്ട്, നല്ല പനിയുണ്ട്. She refuses to eat or drink and that worries me a lot. ഏറ്റവും വലിയ പ്രശ്നം അവൾ ഒന്നും കഴിക്കുന്നുമില്ല, ഒന്നും കുടിക്കുന്നുമില്ല, അതൊക്കെ റെഫ്യൂസ് ചെയ്യാണ്, നിരാകരിക്കുകയാണ്. And that worries me a lot. അതാണ് നിരാകരിക്കുകയല്ല, നിരസിക്കുകയാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്നത്. I will come with you and see Johnsy. ഞാൻ നിന്റെ കൂടെ വരാം, എന്നിട്ട് ജോൺസി ഒന്ന് കാണാം. ബർമൻ സെറ്റ്. They tiptoed into the room. Tiptoed എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വാക്ക് ചെയ്തു, അവര് നടന്നു, റൂമിലേക്ക് നടന്നു. ജോൺസി വാസ് സ്ലീപ്പിംഗ്. എന്ത് ചെയ്യായിരുന്നു ജോൺസി? ജോൺസി അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. Sue drew the curtains together and they went to the next room. അപ്പൊ സ്യൂ എന്ത് ചെയ്തു? സ്യൂ കർട്ടനൊക്കെ തുറന്നിട്ടിട്ട് അടുത്ത റൂമിലേക്ക് പോയി. എന്നിട്ടോ ഷീ പീപ്ഡ് ഔട്ട് ത്രൂ ദ വിൻഡോ. അവൾ ആ വിൻഡോയുടെ ഇടയ്ക്കേക്കടെ നോക്കി എന്നാ അവിടെ സംഭവിച്ചേക്കണേന്ന്. There was only one leaf on the creeper. ഒറ്റ ലീഫേ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ ആ ക്രീപ്പറിൽ. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി ആൻഡ് ആൻ ഐസി കോൾഡ് വിൻഡ് വാസ് ബ്ലോയിങ്. അപ്പോ നല്ല മഴയും പെയ്യുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ട്. ഇറ്റ് സീംഡ് ആസ് ദോ ദ ലീഫ് വുഡ് ഫോൾ എനി മിനിറ്റ് നൗ. അപ്പൊ ആ ലീഫ്, ലാസ്റ്റ് ലീഫ് കണ്ടറിയാം ഏത് നിമിഷവും ആ ലീഫ് താഴേട്ട് ചാടും. ബർമൻ ഡിഡ് നോട്ട് സേ എ വേർഡ്. ഹി വെന്റ് ബാക്ക് ടു ഹിസ് റൂം. അപ്പൊ അത് കണ്ടപ്പോ ബർമൻ ഒന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പോയി. Johnsy woke up next morning. In a feeble voice, she asked Sue to draw the curtains. രാവിലെ ജോൺസി എണീറ്റു, എന്നിട്ട് വളരെ
ഒരു ചെറിയ വോയിസിൽ, ക്ലിയർ അല്ലാത്ത വോയിസിൽ ഒന്ന് കർട്ടൻ മാറ്റാൻ പറഞ്ഞു. സ്യൂ വാസ് നെർവസ്. സ്യൂ ഭയങ്കര നെർവസ് ആയിരുന്നു. എന്തുകൊണ്ടാ? കർട്ടൻ മാറ്റുമ്പോ ആ ഐവി ക്രീപ്പർ ഇല്ലെങ്കിൽ ജോൺസിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് പേടിച്ചാണ് സ്യൂ ഭയങ്കര നെർവസ് ആയത്. ഷീ ഡ്രൂ ബാക്ക് ദ കർട്ടൻസ് വെരി റിലക്റ്റന്റ്ലി. ഭയങ്കര സ്ലോ ആയിട്ട്, തീരെ ഇഷ്ടമല്ലാണ്ട് പയ്യെ ആ കർട്ടൻ മാറ്റി. Oh, Sue exclaimed as she looked at the vine creeper. Oh, Sue, അയ്യോ, സർപ്രൈസ്ഡ് ആയിപ്പോയി കണ്ടപ്പോ. Look, there is still one leaf. നോക്ക്, ഇപ്പോഴും ആ ഐവി ക്രീപ്പറിൽ ഒരു ലീഫ് ഉണ്ട്. It looks quite green and healthy. ആ ലീഫ് നോക്കൂ, ഭയങ്കര പച്ച കളറും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ്. അത് നല്ല ഭംഗിയിൽ നിൽക്കുന്നു. In spite of the storm and the fierce wind, it didn't fall. എന്തൊരു മഴയും കാറ്റൊക്കെ ആയിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വിൻഡു ആയിരുന്നു, പക്ഷെ അത് താഴെ ചാടിയില്ല. ഐ ഹേർഡ് ദ വിൻഡ് ലാസ്റ്റ് നൈറ്റ്, സെഡ് ജോൺസി. ജോൺസിയും പറഞ്ഞു, അയ്യോ ഞാൻ കേട്ടായിരുന്നു, വിൻഡ് നന്നായിട്ട് നല്ല സൗണ്ടും ഉണ്ടായിരുന്നു. ഐ തോട്ട് ഇറ്റ് വുഡ് ഹാവ് ഫോളൻ. ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു അത് എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടാവുന്നു. ഐ വിൽ ഷുവർലി ഫോൾ, ഇറ്റ് വിൽ ഷുവർലി ഫോൾ ടുഡേ. അത് ഇന്ന് എന്തായാലും താഴെ ചാടും. ദെൻ ഐ വിൽ ഡൈ. അപ്പൊ ഞാൻ മരിക്കുകയും ചെയ്യും. യു വോണ്ട് ഡൈ, സെഡ് സ്യൂ എനർജറ്റിക്കലി. അപ്പൊ ഭയങ്കര എനർജറ്റിക്, സ്യൂ ഭയങ്കര ഹാപ്പി ആയി ആ ലീഫ് കണ്ടപ്പോ. പറഞ്ഞു, നീ മരിക്കാനൊന്നും പോകുന്നില്ല. യു ഹാവ് ടു ലിവ് ഫോർ യുവർ ഫ്രണ്ട്സ്. നീ ജീവിക്കണം, അറ്റ്ലീസ്റ്റ് നിന്റെ ഫ്രണ്ട്സിന് വേണ്ടി. വാട്ട് വുഡ് ഹാപ്പൻ ടു മീ ഇഫ് യു ഡൈ. നീ ഒന്ന് ചിന്തിച്ചു നോക്കേ, നീ മരിച്ചു പോയാൽ പിന്നെ എനിക്ക് ആരുണ്ട്? വാട്ട് വിൽ ഹാപ്പൻ ടു മീ, എനിക്ക് എന്താ സംഭവിക്കും? ജോൺസി സ്മൈൽഡ് വീക്ക്ലി ആൻഡ് ക്ലോസ്ഡ് ഹെർ ഐസ്. ജോൺസി ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് ഭയങ്കര വീക്കായിപ്പോയി, എന്നിട്ട് കണ്ണടച്ചു. ആഫ്റ്റർ എവറി അവർ ഓർ സോ ഷീ വുഡ് ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് ഫൈൻഡ് ദ ലീഫ് സ്റ്റിൽ ദേർ. അപ്പൊ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ജോൺസി വിൻഡോയുടെ പുറത്തേക്കടെ നോക്കും. എന്തിനാ? ടു ഫൈൻഡ് ദ ലീഫ് സ്റ്റിൽ ദേർ. ആ ലീഫ് അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇറ്റ് സീം ടു ബി ക്ലിങ്ങിങ് ടു ദ ക്രീപ്പർ. അപ്പൊ അത് കണ്ടപ്പോ അത് ആ ക്രീപ്പറിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റി. ഇൻ ദ ഈവനിങ് ദർ വാസ് അനദർ സ്റ്റോം. ഈവനിങ്ങിൽ നല്ലൊരു സ്റ്റോം വന്നു. ബട്ട് ദ ലീഫ് ഡിഡ് നോട്ട് ഫോൾ. പക്ഷെ ആ ലീഫ് താഴെ ചാടിയേ ഇല്ല. ജോൺസി ലേ ഫോർ എ ലോങ് ടൈം ലുക്കിംഗ് അറ്റ് ദ ലീഫ്. കുറെ നേരം ആ ലീഫിനെ തന്നെ ഇങ്ങനെ നോക്കി ജോൺസി കിടന്നു. ദെൻ ഷീ കോൾഡ് ഔട്ട് ടു സ്യൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോൺസി സ്യൂവിനെ വിളിക്കുകയാണ്. എന്നിട്ട് ജോൺസി പറയാണ്, ഐ ഹാവ് ബീൻ എ ബാഡ് ഗേൾ. ഞാനൊരു ബാഡ് ഗേൾ ആയിരുന്നു ഇത്ര ദിവസം. You have looked after me so lovingly and I have not cooperated with you. നീ എന്നെ നന്നായിട്ട് സ്നേഹത്തോടെ നോക്കി. എത്ര സ്നേഹത്തോടെ നീ എന്നെ നോക്കിയത്, പക്ഷെ ഞാൻ നിന്റെ അടുത്ത് ഒട്ടും കോപ്പറേറ്റ് ചെയ്തില്ല. ഐ ഹാവ് ബീൻ ഡിപ്രസ്ഡ്. ഞാൻ എന്ത് ഡിപ്രസ്ഡ് ആയിരുന്നു, ഞാൻ എന്ത് ഗ്ലൂമി ആയിരുന്നു. ആൻഡ് ഗ്ലൂമി, ആരോടും മിണ്ടാതെ. ദ ലാസ്റ്റ് ലീഫ് ഹാസ് ഷോൺ മീ ഹൗ വിക്കഡ് ഐ ഹാവ് ബീൻ. ഈ ലാസ്റ്റ് ലീഫ്, ഇപ്പൊ നിൽക്കുന്ന ഈ ലാസ്റ്റ് ലീഫ് എന്നെ എന്ത് പഠിപ്പിച്ചു? എന്ത് ബാഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള, വിക്കഡ് മീൻസ് ബാഡ് ആൻഡ് ഇമ്മോർട്ടൽ, ഇമ്മോറൽ, ബാഡ് ആൻഡ് ഇമ്മോർട്ടൽ അല്ല കേട്ടോ, ഇമ്മോറൽ. എത്ര ബാഡാണ് ഞാൻ, എത്ര വൃത്തികേടായിട്ട് ഞാൻ ചിന്തിക്കുന്നതെന്ന് ഈ ലാസ്റ്റ് ലീഫിനെ പഠിപ്പിച്ചു. I have realized that it is a sin to want to die. ഇപ്പൊ എനിക്ക് മനസ്സിലായി, മരിക്കണം എന്നുള്ള ആഗ്രഹം ഒരു തെറ്റാണ് ദൈവത്തിന്റെ മുമ്പിൽ. അത് എപ്പോഴും ഒരു തെറ്റായ കാര്യമാണ്. സ്യൂ ഹഗ്ഡ് ജോൺസി. അത് കേട്ടപ്പോ സ്യൂ ജോൺസിനെ ഹഗ് ചെയ്തു. Then she gave her lots of hot soup and a mirror. അത് കഴിഞ്ഞിട്ട് അവള് കുറെ ഹോട്ട് സൂപ്പും ഒരു മിററും കൊടുത്തു. എന്തിനാ? ജോൺസി കോംഡ് ഹെർ ഹെയർ ആൻഡ് സ്മൈൽഡ് ബ്രൈറ്റ്ലി. എന്തിനാ കൊടുത്തെ? അവൾ അവളുടെ ഹെയർ ഒക്കെ കോംബ് ചെയ്ത് സുന്ദരിയായി. ഇൻ ദ ആഫ്റ്റർനൂൺ ദ ഡോക്ടർ കെയിം. ഡോക്ടർ വന്നു ഈവനിങ്ങിൽ. ആഫ്റ്റർ എക്സാമിനിങ് ഹിസ് പേഷ്യന്റ് ഹി ടോൾഡ് സ്യൂ, ജോൺസി നൗ ഹാസ് ദ വിൽ ടു ലീവ്. ജോൺസിക്ക് ഇപ്പൊ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോഴോ, ഐ എം കോൺഫിഡൻറ്റ് ഷീ വിൽ റിക്കവർ സൂൺ. എനിക്കിപ്പോ നല്ല കോൺഫിഡൻസ് ഉണ്ട്, അവള് പെട്ടെന്ന് തന്നെ ഈ അസുഖത്തിൽ നിന്നും റിക്കവർ ആവും. അപ്പൊ നമുക്ക് മെഡിസിൻ മാത്രം പോരാ, നമുക്ക് മനസ്സിലും ഒരു ഹോപ്പ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലൊരു പ്രതീക്ഷ വേണം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് വേണം ഒരസുഖത്തിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ലെസൺ ആണ് നമ്മളെ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഹോപ്പ്, അതെല്ലാം നമ്മളെ ഈ സ്റ്റോറി പഠിപ്പിക്കുന്നുണ്ട്. നൗ ഐ മസ്റ്റ് ഗോ ഡൗൺ സ്റ്റേഴ്സ് ആൻഡ് സീ ബർമൻ. അപ്പൊ എനിക്കിനി താഴെ പോയി ബർമനെ ഒന്ന് കാണണം. ഹീസ് ഓൾസോ സഫറിങ് ഫ്രം ന്യൂമോണിയ. ആരാ? ഡോക്ടർ പറയാണ്, താഴെ പോയി ബർമനെയും കൂടി എനിക്കിന്ന് ചെക്ക് ചെയ്യാനുണ്ട്. കാരണം എന്നാ? അദ്ദേഹത്തിന് ന്യൂമോണിയ ആണ് ബർമന്.
But I am afraid there is no hope for him. ഇപ്പൊ ഡോക്ടറാണ് ഈ സെന്റൻസ് പറയണേ. Now I must go downstairs and see ബർമൻ. ഇപ്പൊ ഡോക്ടർ ബർമനെ ചികിത്സിക്കാൻ പോവാണ്. ഡോക്ടർ പറയാണ് ബർമന്റെ കേസ് 60 വയസ്സൊക്കെ ആയി, പ്രായമായില്ലേ, എനിക്ക് വല്ല ഹോപ്പ് ഒന്നുമില്ല അദ്ദേഹത്തിന്റെ കാര്യത്തില്. The next morning Sue came and sat on Johnson's bed. നെക്സ്റ്റ് മോർണിംഗ് സ്യൂ ജോൺസിയുടെ ബെഡിന്റെ അടുത്ത് ഇരിക്കുവാണ്. ടേക്കിംഗ് ജോൺസീസ് ഹാൻഡ് ഇൻ ഹേഴ്സ്, ഷീ സെഡ്, ഐ ഹാവ് സംതിങ് ടു ടെൽ യു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മിസ്റ്റർ ബർമൻ ഡൈഡ് ഓഫ് ന്യൂമോണിയ ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ മിസ്റ്റർ ബർമൻ എന്ത് പറ്റി? അദ്ദേഹം മരിച്ചു. എന്ത് കാരണം? ന്യൂമോണിയ കാരണം. ഹി വാസ് ഇൽ ഫോർ ഓൺലി 2 days. ഇപ്പൊ 2 ദിവസമേ ആയുള്ളൂ ഈ അസുഖം വന്നിട്ട്, ഇന്നലെ ഇന്നും ആയിട്ടുള്ളൂ. The first day the janitor found him on his bed. Janitor എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഗാർഡ്. ആ ഗാർഡ് അയാളെ ബെഡിൽ കിടക്കുന്നതായിട്ട് കണ്ടു. His clothes and shoes were wet. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഷൂസും അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ എന്താണ്, ഭയങ്കരമായിട്ട് നനഞ്ഞിരുന്നു. And he was shivering. അദ്ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. He had been out in that stormy night. അദ്ദേഹം പുറത്ത് ആ രാത്രി മുഴുവൻ പുറത്തായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വിറച്ചത്. ആ തണുപ്പത്ത് അദ്ദേഹം പുറത്ത് നിൽക്കുമായിരുന്നു. എന്ത് ചെയ്യായിരുന്നു അദ്ദേഹം? Then they found a ladder and a lantern still lighted lying near his bed. അപ്പോ അവര് കണ്ടു, എന്ത് കണ്ടു? ഒരു ലാന്റേണും ഒരു ലൈറ്റും ഒരു ലാഡറും. അത് രണ്ടും അദ്ദേഹത്തിന്റെ ബെഡിന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. There were also some brushes and green and yellow paints on the floor near the ladder. അപ്പൊ ലാഡറിന്റെ അടുത്ത് കുറച്ച് ബ്രഷുകളും കുറെ ഗ്രീനും യെല്ലോ കളർ പെയിന്റും ഒക്കെ ആ ഫ്ലോറിന്റെ അവിടെ കിടക്കണുണ്ട്. ജോൺസി ഡിയർ സെഡ് സ്യൂ, ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. ജോൺസി ഡിയർ പുറത്തോട്ട് നോക്കി. ലുക്ക് അറ്റ് ദാറ്റ് ഐവി ലീഫ്. ഹാവന്റ് യു വണ്ടേർഡ് വൈ ഇറ്റ് doesn't flutter when the wind blows? അത് നോക്കൂ, ആ ലീഫ് ഇത്രയും കാറ്റൊക്കെ അടിച്ചിട്ടും ഇത്രയും വിൻഡൊക്കെ ബ്ലോ ചെയ്തിട്ടും അത് അനങ്ങുന്നേ ഇല്ല. അത് ഫ്ലട്ടർ ചെയ്യുന്നില്ല. കാറ്റടിക്കുമ്പോൾ ലീവ്സ് ഒക്കെ അനങ്ങില്ലേ? നോക്ക്, അത് അനങ്ങുന്നേ ഇല്ല. ദാറ്റ് ഇസ് ബർമൻസ് മാസ്റ്റർ പീസ്. അതെന്തുകൊണ്ടാണെന്നറിയോ? അതെന്താണ്? അത് ബർമന്റെ മാസ്റ്റർ പീസ് ആയിരുന്നു. ആരാണ് ആ ലീഫ് വരച്ചത്? നമ്മുടെ ബർമൻ ആ രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് ഈ ലീഫ് വരയ്ക്കുകയായിരുന്നു. ആ കാറ്റത്തും മഴയത്തും ഇരുന്ന് ഈ ലീഫ്, ലാസ്റ്റ് ലീഫ് വരയ്ക്കുകയായിരുന്നു. ഹി പെയിന്റഡ് ഇറ്റ് ഇൻ ദ നൈറ്റ്. The last leaf fell. അപ്പൊ ആ ലാസ്റ്റ് ലീഫ് അന്ന് തന്നെ താഴെ ചാടിപ്പോയി. അപ്പൊ അതിന് പകരമായിട്ട് ബർമൻ അതുപോലത്തെ തന്നെ ഒരു ലീഫ് ആ നൈറ്റ് മുഴുവൻ എടുത്ത് ആ മഴയത്തും കാറ്റത്തൊക്കെ ഇരുന്ന് വരയ്ക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ തണുപ്പൊക്കെ ഏറ്റാണ് ബർമന് ന്യൂമോണിയ പിടിച്ചത്. പക്ഷെ ബർമന്റെ ലൈഫിൽ ഒരു അംബീഷൻ ആയിരുന്നു, എന്ത്? ടു പെയിന്റ് എ മാസ്റ്റർ പീസ്. അപ്പൊ ആ ഒരു അംബീഷൻ അദ്ദേഹം ഫുൾഫിൽ ചെയ്തു. ആ അംബീഷൻ ഫുൾഫിൽ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ ഓരോ മനുഷ്യർക്കും ഓരോ ടൈം ഉണ്ട് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഈ ലെസണിൽ പറയുന്നത്. അപ്പൊ ആസ് ആൻ ആർട്ടിസ്റ്റ് ദിസ് ഇസ് ബർമൻസ് മാസ്റ്റർ പീസ്. ഓക്കെ, അപ്പോ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സാക്രിഫൈസിന്റെ സ്റ്റോറിയാണ്. ശരിക്കും പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം സ്വന്തം ജീവിതം വരെ കൊടുത്ത ആളാണ് ബർമൻ എന്ന് നമുക്ക് ഇതിനകത്ത് പറയാം. കാരണം ബർമൻ ആ അസുഖം പിടിച്ചതൊക്കെ കാരണം അതാണ്. അപ്പൊ അത്രത്തോളം സുപ്രീം സാക്രിഫൈസ് ആണ് ഈ ലാസ്റ്റ് ലീഫ് സ്റ്റോറിയുടെ ഒരു മെയിൻ ഹെഡ്ലൈൻ. പിന്നെ ഹോപ്പ്, പ്രതീക്ഷ. എന്ത് അസുഖം വന്നാലും എന്ത് വന്നാലും മെഡിസിന്റെ ഒപ്പം തന്നെ നമുക്ക് ഉണ്ടാവേണ്ട കാര്യമാണ് പ്രതീക്ഷ, ഹോപ്പ് എന്നത്. ഹെൻറിയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ ലാസ്റ്റ് ലീഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, മനസ്സിലായി എന്നും കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അതുകൂടാതെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.